ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ മുമ്പ് എടുത്തു വെച്ചതാണ്. ഒരു 2 മാസം മുമ്പ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച സ്നേക്ക് പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ്. അപ്പോൾ 2 ലീഫ് എടുത്തിട്ട് ഇതുപോലെ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിന് മുമ്പ് ഇട്ട് വെച്ചിരുന്ന ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫിൽ നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 2.5-3 മാസമായിട്ടുണ്ടാവും. അതിന് ശേഷമാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഇത് എടുത്തു നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മറന്നുപോയതാണ്. ഇത്രയും ദിവസമായിട്ട് ഈ ലീഫ് കാണുമെങ്കിലും ഇത് റൂട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെ നമ്മൾ വിട്ടുപോയി പല പല തിരക്കുകളിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് വലുതായിട്ടുണ്ട് ബേബി പ്ലാന്റ്. ഇനി നമുക്ക് ശരിക്കും ഇപ്പം തന്നെ അത് മാറ്റി നടുകയാണെങ്കിൽ, ഒരു നല്ലൊരു വലിപ്പമുള്ള പോട്ടിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ വലിയൊരു പ്ലാന്റാക്കി മാറ്റാൻ പറ്റും. ഇതിൽ 3 എണ്ണം വെച്ചതിൽ 2ലും അത്യാവശ്യം വലിപ്പമുള്ള ബേബി പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് പോലത്തെ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു മെനക്കെടവും ഇല്ല. അതായത് അല്ലെങ്കിൽ പിന്നെ ഈ ലീഫ് കട്ട് ചെയ്തിട്ട് നമ്മൾ മണ്ണിൽ വെക്കണം. ഇനി നമുക്കിത് ഇപ്പോൾ മാറ്റി നടാനുള്ള പ്ലാനില്ല. ഇപ്പോൾ കുറച്ചുകൂടെ വലിയ വായവട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം കൂടി വെള്ളമൊഴിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സോയിലൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു വലിയ പോട്ടിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാനൊരു വേറെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇതിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ മാറ്റി വയ്ക്കാം. അപ്പോൾ സ്നേക്ക് പ്ലാന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ട് മണ്ണിൽ വെക്കുകയാണെങ്കിലും ഒരു വലിയൊരു ലീഫ് എടുത്തിട്ട് 2-3 പ്രാവശ്യം കട്ട് ചെയ്തിട്ട് മണ്ണിൽ വെക്കുകയാണെങ്കിലും ബേബി പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിലെ 3ാമത്തെ പ്ലാന്റാണിത്. ഇതിന് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ബമ്പ് അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അതും മുളച്ച് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.